നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പൈസ കിട്ടുന്ന ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഒരു എയർ ഡ്രോപ്പിലേക്ക് നിങ്ങൾ എലിജിബിലിറ്റി ആവാനുള്ള സാധ്യത ഏറെയാണ്. ഞാനപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ മെറ്റാമാസ്ക് തന്നെയാണ്. റീസെൻ്റ്ലി കുറേ ഇൻഫർമേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മെറ്റാമാസ്ക് പുതിയതായിട്ടൊരു ടോക്കൺ കൊണ്ടുവരികയാണ്, ഇല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടോക്കൺ നമ്മുടെ മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെറ്റാമാസ്കിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ടോക്കണെ പറ്റിയിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ കൂടുതൽ എലിജിബിലിറ്റി ആവാൻ പറ്റും, ഇല്ലെങ്കിൽ കൂടുതൽ ടോക്കൺ നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ കൂടുതൽ പൈസ അങ്ങനെ കിട്ടും എന്നുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് വിത്ത് സുമിത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങാം. അപ്പോൾ മെറ്റാമാസ്കിനെ പറ്റി അറിയാത്ത ഒരാൾ പോലും നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ വേൾഡിൽ ഉണ്ടാവില്ല. മെറ്റാമാസ്ക് ഏറ്റവും ജനപ്രീതിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ ക്രിപ്റ്റോയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാലറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് മെറ്റാമാസ്ക്. അതായത് നിങ്ങൾ എല്ലാവരും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാലറ്റ് കൂടിയാണ് മെറ്റാമാസ്ക് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു മെറ്റാമാസ്ക് എന്ന് പറയുമ്പോൾ ഇതിലൊരു ടോക്കൺ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷയാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ടോക്കൺ വന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്? വെറും ഒരു സാധാരണ ടോക്കൺ ആയിരിക്കില്ല എന്ന് നമുക്ക് 100% അറിയാം. ഈ ടോക്കൺ വളരെയധികം ഡെഫി പ്രൊജക്റ്റുകൾ വരാം, അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് ഡി ആപ്സ് വരാം. നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു ടോക്കൺ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാം. പല കമ്പനീസ് ഇവരുടെ മാർക്കറ്റ് ചെയ്യും, പല കമ്പനീസായിട്ട് ഇവർ കൊളാബറേറ്റ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും മെറ്റാമാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ ഇറക്കുമ്പോൾ വളരെയധികം ക്രിപ്റ്റോയിൽ തന്നെ വളരെ മാസീവ് അഡോപ്ഷൻ ആണ് ഉണ്ടാവാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ പ്രിയർ ആയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പിലേക്ക് എലിജിബിൾ ആവാനും ഈ ഒരു എയർ ഡ്രോപ്പിലേക്ക് എലിജിബിൾ ആയില്ലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണ് മെറ്റാമാസ്ക് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു മെറ്റാമാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വാലറ്റാണ്, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ വാലറ്റാണ്, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കമ്പനിയാണ് ഈ ഒരു മെറ്റാമാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആരോൺ ഡേവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും അതേപോലെ തന്നെ ഡാൻ ഫിൻലി എന്ന് പറഞ്ഞിട്ടുള്ള ആളും 2016 ജൂലൈയിൽ കൺസിയൻസി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലൂടെയാണ് ഈ ഒരു മെറ്റാമാസ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിയൻസി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് വേറെ പല 16ഓളം കമ്പനികളുണ്ട്. അതിൽ ഏറ്റവും വലിയ രീതിയിൽ നമുക്ക് ഫേമസ് ആയിട്ടുള്ളത് ലെയർ 2 ബ്ലോക്ക് ചെയിനിൽ വരുന്ന ലെന എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ അതിന് ഉപരിയും അതേപോലെ തന്നെ ഇൻഫൂറ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഈ ക്രിപ്റ്റോ ഫീൽഡിലുള്ളവർ കണ്ടുണ്ടാവും. അപ്പോൾ വളരെയധികം പൊട്ടൻഷ്യലും വളരെയധികം ഫണ്ടിങ്ങും അതേപോലെ തന്നെ ഒരുപാട് പാർട്ട്നേഴ്സ് ഉള്ള കമ്പനികളാണ് ഈ ഒരു മെറ്റാമാസ്ക്, ഇല്ലെങ്കിൽ ഇവൻ്റെ ഈ ഒരു മെറ്റാമാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം എങ്ങനെയാണ് മെറ്റാമാസ്ക് വന്നത്? നമ്മുടെ ഗൂഗിളിൽ ഒരു ക്രോം എക്സ്റ്റൻഷൻ ആയിട്ടായിരുന്നു മെറ്റാമാസ്ക് വന്നത്. അതിൽ അവർ വീണ്ടും പുരോഗമിച്ച് അവരെന്ത് കൊണ്ടുവന്നു? ആപ്പിലേക്ക് കൊണ്ടുവന്നു, iOS-ലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയുള്ളൊരു ഏറ്റവും ഒരു അഡാപ്ഷൻ, അല്ലെങ്കിൽ ഒരു വളരെ ക്രിപ്റ്റോ രീതിയിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് യൂസ് ചെയ്യാൻ എങ്ങനെയൊക്കെയാണോ എളുപ്പവഴികൾ എങ്ങനെയാണോ ആ രീതിയിലൊക്കെ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെറ്റാമാസ്ക്, അല്ലെങ്കിൽ ഒരു വാലറ്റാണ് മെറ്റാമാസ്ക് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ഒരു മെറ്റാമാസ്കിൽ നമ്മൾ വേറൊരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത് ETH ബേസ് ചെയ്തിട്ടായിരുന്നു മെറ്റാമാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി വളരെയധികം ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു അഡാപ്ഷൻ ക്രിപ്റ്റോയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ക്രിപ്റ്റോയിൽ പുതിയ ടോക്കൺ വരും, അതിൻ്റെ പുതിയ ടോക്കണിൻ്റെ പൊട്ടൻഷ്യൽ അറിയും, അങ്ങനെ ഒരുപാട് പൊട്ടൻഷ്യൽ വന്നിട്ടുള്ള വേറെ കുറേ ടോക്കണുകളും കോയിനുകളും നമ്മുടെ മെറ്റാമാസ്കിലേക്ക് അഡാപ്റ്റായി. അതിൽ കുറച്ചെണ്ണമാണ് സൊലാന എന്ന് പറയുന്നതും ബേസ് എന്ന് പറയുന്നതും ആവൽച്ചി എന്ന് പറയുന്നതും പോളിഗൺ എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ക്രിപ്റ്റോയിൽ തന്നെ ഒരുപാട് ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യൽ വരാൻ പറ്റുന്ന ടോക്കൺസുകളുടെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു വാലറ്റാണ് മെറ്റാമാസ്ക്. നിങ്ങൾക്ക് അവിടെ വേറെ പ്രത്യേകമായിട്ട് വേറൊരു രീതിയും കൂടി കസ്റ്റമായിട്ട്, ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. അപ്പോൾ കസ്റ്റമായിട്ട് നമുക്ക് അവിടെ ഒരു ടോക്കൺ ആഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചറും കൊണ്ടുവന്നിട്ടുള്ള ഒരു നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാലറ്റ് കൂടിയാണ് മെറ്റാമാസ്ക് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇതിൽ നമുക്ക് ഒരു എയർ ഡ്രോപ്പിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ 250 മില്യൺ ആൾക്കാരാണ് ഈ ഒരു മെറ്റാമാസ്ക് ഈ 2016 തൊട്ട് 24 വരെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ള റെക്കോർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രോം എക്സ്റ്റൻഷനിൽ തന്നെ 18 മില്യൺ ആൾക്കാരാണ് നമ്മുടെ മെറ്റാമാസ്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മൊബൈൽ ആപ്പ് വഴി, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പ്ലേ വഴി 10 മില്യൺ ആൾക്കാരാണ് മെറ്റാമാസ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആപ്പ് സ്റ്റോർ വഴി 7 മില്യൺ സംതിങ് ആൾക്കാരാണ് നമ്മുടെ മെറ്റാമാസ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം ആൾക്കാർ ആൾറെഡി തന്നെ ഈ ഒരു മെറ്റാമാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിലും ഇല്ലെങ്കിൽ ഒരു മെറ്റാമാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം ആൾക്കാരും എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചിലവർ ഒരു രീതിയിൽ എന്താണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കാം. അങ്ങനെയുള്ള കുറേ ആൾക്കാരായിരിക്കും. അപ്പോൾ ആൾറെഡി തന്നെ ക്രിപ്റ്റോയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ക്രിപ്റ്റോയിൽ വളരെ പ്രോ ആയിട്ടുള്ള ആൾക്കാരുടെ തീർച്ചയായിട്ടും മെറ്റാമാസ്ക് ഉണ്ടാവും. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു കണക്കെടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ തന്നെ നമുക്ക് വളരെയധികം ഒരു
30-50 മില്യൺ ആൾക്കാർ തന്നെ എന്താണ് മെറ്റാമാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 50 മില്യൺ ആൾക്കാർക്കും എയർ ഡ്രോപ്പ് കൊടുക്കേണ്ടി വരില്ലേ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഈ ഒരു മെറ്റാമാസ്കിൻ്റെ ഈ ഒരു മാസ് ടോക്കൺ എടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് വളരെയധികം ആലോചിക്കാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ 2024 250 മില്യൺ ആൾക്കാർ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടെന്ന് ഒരു കണക്കൊക്കെ ഉണ്ട്. പക്ഷെ അത്രത്തോളം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമ്മളിവിടെ അടുത്ത് നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ എയർ ഡ്രോപ്പ് എലിജിബിലിറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു മെറ്റാമാസ്കിൻ്റെ എയർ ഡ്രോപ്പ് എലിജിബിലിറ്റിയിലേക്ക് നമുക്ക് ആവാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് തന്നെ നമ്മൾ ഈ ഒരു ക്രോം എക്സ്റ്റൻഷനിലൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ടെസ്റ്റ് നെറ്റിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് NFT നിങ്ങൾ ഇത് വെച്ച് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഒരുപാട് ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഒരുപാട് സ്വാപ്പ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും. അപ്പോൾ ഫസ്റ്റ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്തീരിയം, പോളിഗൺ, BNC എല്ലാം ആയിട്ടുള്ള ഈ ഒരു ടോക്കൺസ്, അല്ലെങ്കിൽ ഇതിൽ ലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ടോക്കൺസ് എത്രത്തോളം നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമായിരിക്കും അവർ ഫസ്റ്റ് എലിജിബിലിറ്റി ആയിട്ട് നോക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ബ്രിഡ്ജ് ചെയ്തതും ഇല്ലെങ്കിൽ സ്വാപ്പ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ അവർ കൂടുതലും മെറ്റാമാസ്കിൽ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവൻ്റെ ഏറ്റവും മെയിൻ ഫോക്കസ് എത്തീരിയം ആണ്. അപ്പോൾ എത്തീരിയത്തിൽ എത്രത്തോളം ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ നോക്കും. അപ്പോൾ ഈ ഒരു എത്തീരിയത്തിൻ്റെ ട്രാൻസാക്ഷനൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വാലറ്റിൻ്റെ അഡ്രസ്സ് എടുത്ത് എതർ സ്കാനിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ട്രാൻസാക്ഷനാണ് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്താണ് അവിടെ തന്നെ കിട്ടും. എതർ സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള etherscan.com നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റ് കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് സെർച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസാക്ഷനും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്ന് ഫുൾ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ എത്രത്തോളം കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം ഒരു എയർ ഡ്രോപ്പ് എലിജിബിലിറ്റി ആയിരിക്കും കിട്ടുക. പണ്ട് തൊട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ടോക്കൺസ് ഒക്കെ എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്നാപ്ഷോട്ടൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കറൻറ്റ്ലി കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മെറ്റാമാസ്കിൻ്റെ സ്നാപ്ഷോട്ട് കഴിഞ്ഞു എന്നാണ് മെറ്റയിലും അതേപോലെ തന്നെ അവരുടെ ഒരു കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത്. എന്നാലും നമുക്ക് ഇപ്പോഴും വീണ്ടും കൂടുതൽ എയർ ഡ്രോപ്പ് എലിജിബിലിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ട്രാൻസാക്ഷനും സ്വാപ്പിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഒരു സമയമൊക്കെ അവർ തന്നിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ എലിജിബിൾ ആയില്ല, നിങ്ങൾക്ക് ടോക്കൺ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഏറ്റവും സ്പോട്ടിൽ വരുന്ന ഇല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വരുന്ന ഇല്ലെങ്കിൽ പ്രീ മാർക്കറ്റിലേക്ക് വരുന്നുള്ള ഓരോ ഭാഗത്തിലും നമുക്ക് എന്താണ് പൈസ ഉണ്ടാക്കാൻ പറ്റും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം യൂസേഴ്സാണ് ഈ ഒരു പ്രൊജക്റ്റിനുള്ളത്, അത്രത്തോളം ഹൈപ്പാണ് ഈ ഒരു പ്രൊജക്റ്റിനുള്ളത്. നമ്മുടെ ഈ ഒരു വേൾഡിൽ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാവിടെയും ഈ ഒരു മെറ്റാമാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യും, ഒരുപാട് ഇൻസൈഡേഴ്സ് ഇതിൽ വരും, വെയിൽസ് വരും, ഒരുപാട് കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടോക്കൺ വന്ന ഉടനെ തന്നെ ഇതിന് വളരെയധികം ഹൈപ്പ്, ഒരു ഭയങ്കര റോക്കറ്റ് പോലെ ആയിരിക്കും ഇതിൻ്റെ വാല്യൂ ഒക്കെ പോകാനെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു എയർ ഡ്രോപ്പ് കൊടുത്തിട്ട് ഈ ഒരു ടോക്കൺ സെല്ല് ചെയ്താൽ കൂടി ഇതിന് വളരെയധികം വാല്യൂ കൂടാനുള്ള ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രീ മാർക്കറ്റിൽ മേടിച്ച് വയ്ക്കുക. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ എക്സ്ചേഞ്ചുകളിൽ ഇതിൻ്റെ ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ടാവും, ക്യാമ്പയിൻ ഇവൻറ്റ് നടക്കുന്നുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക, അതിലൊക്കെ കുറച്ച് പൈസ ഇടേണ്ടി വരും. അതേപോലെ തന്നെ വെയിൽസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റ് അവർ മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ അവൈലബിൾ ആവും എന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നതാണ്. അപ്പോൾ ഈ ഒരു മാസ്ക് ടോക്കണും അതേപോലെ തന്നെ ബേസ് ഒരുപാട് ടോക്കൺ വരുന്നുണ്ട്, ഒരുപാട് വാലറ്റിൻ്റെ ടോക്കൺ വരുന്നുണ്ട്. അപ്പോൾ ആ ടോക്കണൊക്കെ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റിൽ അവൈലബിൾ ആവും. അപ്പോൾ ഈ ഒരു വെയിൽ മാർക്കറ്റിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിന്ന് ഇവിടെ പ്രീ മാർക്കറ്റ് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പ്രീ ട്രേഡിംഗ് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ കിടക്കുന്നുണ്ട്. അതുമല്ല നിങ്ങൾക്ക് ഇപ്പോഴൊന്നും പൈസ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ലിസ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ ട്രേഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെയുള്ള ക്യാമ്പയിൻ്റെ ലിസ്റ്റും അതേപോലെ തന്നെ ഇത് എപ്പോഴാണ് ലിസ്റ്റ് ആവുന്നത്, ഇത് എവിടെയാണ് വാങ്ങേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ആൾറെഡി തന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. നിങ്ങൾക്ക് റെഗുലറായിട്ട് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഈ ടോക്കൺ വരുമ്പോഴും എവിടെയാണ് ഇത് ലിസ്റ്റ് ആവുന്നത്, ഇതിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നുണ്ടോ, ഇവൻറ്റ് നടക്കുന്നുണ്ടോ, ഇത് എപ്പോഴാണ് ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുക, എല്ലാ കാര്യങ്ങളും ടെലിഗ്രാം ചാനലിലും പുതിയതായിട്ടുള്ള ഫ്യൂച്ചർ വീഡിയോകളിലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിനേക്കാളും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.